നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ സൂപ്പാണ് കോൺ വെച്ചിട്ട്. കോൺ സൂപ്പ് അതിൻ്റെ റെസിപ്പി വളരെ സിമ്പിളാണ്. ജസ്റ്റ് എല്ലാ ടിപ്സും ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോൺ സൂപ്പ് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ആദ്യമായിട്ട് ഇതിന് വേണ്ടത് കോണാണ്. ഞാൻ ഇത് ഫ്രഷ് ആയിട്ടുള്ള കോണാണ് എടുത്തിട്ടുള്ളത്. അത് തന്നെയാണ് ഏറ്റവും ടേസ്റ്റിയും. ഇപ്പോൾ ഇത് അവൈലബിൾ അല്ല എങ്കിൽ ഫ്രോസൺ കോൺ എടുത്താലും മതി. 2 കോണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള കോൺ ആയതുകൊണ്ട് തന്നെ പൊളിക്കാനായിട്ട് ഏറ്റവും ഈസി ഒരു ലൈൻ ഇതുപോലെ സ്പൂൺ വെച്ച് എന്തെങ്കിലും റിമൂവ് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഈ സൈഡിൽ നിന്നുള്ള പോർഷൻ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എടുത്തിട്ടുള്ള ലൈൻ ഉണ്ടല്ലോ, ഫ്രീ ആയിട്ടുള്ള ആ ലൈനിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ഇതിൻ്റെ കണൽസ് എല്ലാം ഇങ്ങനെ പോരും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫുള്ളൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ ലൈൻ തീരുമ്പോൾ അടുത്ത ലൈൻ ഈ ഒരു സൈഡിലേക്ക് തന്നെ, ഈ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ നമ്മളിതുപോലെ പുഷ് ചെയ്ത് കൊടുക്കണം. ആ രീതിയിലാണ് ഞാൻ ഫുള്ള് കോണും ഇവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 കോണും ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി പോർഷൻ നമ്മൾ എടുത്തിട്ട് നല്ല പോലെ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഞാൻ വൃത്തിയാക്കിയ കോണിൻ്റെ ബാക്കി പോർഷൻസ് കണ്ടോ, ഒട്ടും തന്നെ റിമൈൻ ചെയ്യാതെ ഫുള്ളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ എടുത്തു വെച്ചിട്ടുള്ള കണൽസിൽ നിന്ന് ഹാഫ് ഞാൻ അരച്ചെടുക്കാൻ പോവാണ്. ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുവാണ്. ഹാഫ് എടുത്തിട്ടുണ്ട് ജാറിലോട്ട്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ അരച്ചെടുക്കണം. അതിൻ്റെ ജ്യൂസ് മാത്രം മതി നമുക്ക്. നല്ല പോലെ ഇപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഫൈനായിട്ട് അരഞ്ഞു കിട്ടണം കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അരിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ സൂപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഒരു കവറിങ് ഉണ്ടല്ലോ, അതിങ്ങനെ പൊങ്ങി കിടക്കും. അതൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ അരിച്ച് നമ്മൾ ഉണ്ടാക്കാനുള്ള എടുത്തു വെച്ചിട്ടുള്ള പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ കുറുകിയിരിക്കുവാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ചൂടാക്കുക. ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ബാക്കിയുള്ള കോൺ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും ബീൻസും ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കോൺ എടുക്കുന്നതിൻ്റെ പകുതി പോർഷൻ മതി ഈ ബീൻസും ക്യാരറ്റും കൂടി മിക്സ് ചെയ്ത് ഒരുമിച്ചെടുക്കുമ്പോൾ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി എക്സ്ട്രാ കുറച്ചുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. നല്ലപോലെ ലൂസായി കിട്ടാനാണ്. കോൺ ആയതുകൊണ്ട് തന്നെ കോൺഫ്ലോർ ചേർക്കുന്ന പോലെ തന്നെ തിക്കായിട്ട് വരും. സോ നമുക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഈ പച്ചക്കറികളൊക്കെ ഒന്ന് ജസ്റ്റ് വെന്ത് കിട്ടാനായിട്ട് ഒരു പകുതി വേവ് മതി. ആ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. ബ്ലാക്ക് ആകുമ്പോൾ ഇതുപോലെ കളർ ചേഞ്ച് ആവാനായിട്ട് കാരണമാവും. നന്നായിട്ട് ബോയിൽ ചെയ്ത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് 1 പീസ് ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ബട്ടർ മെൽറ്റായി വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു കോൺ സൂപ്പ് റെഡി ആയിട്ടുണ്ടാവും. നല്ല തിക്കായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് തന്നെയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. Till then, take care. Bye bye.